ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം കേൾക്കുവിൻ. ഞാൻ ഫാദർ ബെൻസൺ, പാഷനിസ്റ്റ് എന്ന സഭയിലെ ഒരു അംഗമാണ്. ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ഇസ്രായേലിലാണ്. ഇവിടെ ഇസ്രായേലിൽ ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ആ പ്രെയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ആശയം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ആശയം ഇതാണ്: സമ്പൂർണ്ണ POC ബൈബിൾ ഓഡിയോ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നമ്മളിൽ ചിലർക്ക് വായിക്കാൻ അറിയില്ല, ചിലർക്ക് വായിക്കുമ്പോൾ കണ്ണ് ശരിക്കും കാണുവാൻ സാധിക്കാറില്ല, ചിലർക്ക് ബൈബിൾ വായിക്കുവാൻ സമയം കിട്ടാറില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നാം ബൈബിൾ വായിക്കുകയാണ്. അവർ അത് കേട്ടാൽ മതിയാകും. അപ്പോൾ ഓരോ ദിവസവും ഹോളി ഫാമിലി പ്രെയർ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ബൈബിളിലെ അധ്യായങ്ങൾ വായിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് കേട്ട് വചനത്തിൽ വളരുവാനും വിശ്വാസത്തിൽ വളരുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പുതിയ ഒരാശയം എത്രയും നന്നായിട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ അത് മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവിൻ, വചനത്തിൽ വളരുവിൻ, വിശ്വാസത്തിൽ വളരുവിൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ശ്രവിക്കുവിൻ. വിതയ്ക്കപ്പെട്ട വചനമാണ്. അത് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്. ശ്രവിക്കുന്നിടങ്ങളിലും ഗ്രഹിക്കുന്നിടങ്ങളിലും അനുഗ്രഹമുണ്ടാവട്ടെ, ഫലദായകമായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും സന്തോഷത്തോടുകൂടി പങ്കുവെക്കപ്പെടട്ടെ. വചനം ഇനിയും അനേകം കാതുകളിൽ പതിക്കണം, ഹൃദയത്തിൽ അത് പരുവപ്പെടണം, ഫലമായി അത് രൂപപ്പെടുകയും വേണം. അതിനുള്ള ഒരു ചെറിയ പരിശ്രമത്തിലാണ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഒന്നടങ്കം. അഭിനന്ദനങ്ങളോടൊപ്പം അനുഗ്രഹങ്ങളും അവർക്ക് ആശംസിക്കുകയാണ്. ഹോളി ഫാമിലി കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങളും അവരുടെ പ്രാർത്ഥനയുടെയും അതുപോലെ ദൈവകൃപയിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെയും നിറവിൽ വചനം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പരിശ്രമത്തിലുമാണ്. ഓരോ ദിവസങ്ങളിലും കേൾക്കുന്നവരുടെ കാതുകളിൽ ഹൃദ്യമായ വചനം പതിക്കുവാനും വായിക്കുവാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസമായി അത് രൂപപ്പെടുവാനും അങ്ങനെ സ്വസ്ഥമായി അനുനിമിഷം വചനത്താൽ ജീവിതം നിറയ്ക്കപ്പെടുവാനുമുള്ള ഒരു സാഹചര്യമായി ഇത് രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും ഈ നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ നന്ദിയുണ്ട്, കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്, അഭിനന്ദനങ്ങളുമുണ്ട്. വചനം എല്ലാവർക്കും വെളിച്ചമാവട്ടെ, ജീവിക്കാനുള്ള പ്രകാശമാവട്ടെ, പ്രേരണയാവട്ടെ. അത് വിശുദ്ധിയോടുകൂടി വായിക്കുവാനും അത് വിശുദ്ധിയോടുകൂടി പങ്കുവെച്ചു കൊടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശ്രമത്തിൽ ഭാഗഭാക്കാകുന്ന ഹോളി ഫാമിലി കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാവട്ടെ. വചനം കൃപയായി നമ്മളിൽ, വചനം കൃതജ്ഞതയായി നമ്മളിൽ, വചനം ഒരു പ്രകാശമായി പാതയായി നമ്മളിലും ശ്രവിക്കുന്നവരിലും രൂപപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും
തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ക്രിസ്തുനാഥൻ്റെ ജന്മത്തിരുനാൾ നാം ആഘോഷിച്ചു. 2024 നിന്ന് 25 നാം കടക്കുമ്പോൾ നാളെ മുതൽ വചനം ഓഡിയോ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഹോളി ഫാമിലി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നമ്മളിലേക്ക് എത്തുന്ന വചനം കൂടുതൽ ഫലവത്തായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വഴിയരികിൽ വീണ വിത്ത് പോലെയോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയോ ആകാതെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കേൾക്കുന്ന വചനങ്ങൾ നമ്മളുടെ കാതിനെയും ഹൃദയത്തെയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോലിത്തിരക്കിനിടയിലും ഇതുപോലുള്ള ഒരു സംരംഭം ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സന്മനസ് കാണിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഹോളി ഫാമിലി ഗ്രൂപ്പിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ദൈവം അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സംരംഭം ഏറ്റവും വിജയപ്രദമാകുവാനായിട്ട് സർവേശ്വരൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും ഈ സംരംഭത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്റ്റീഫൻ ബ്രദർ. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം